സുഹൃത്തിന് അത് സമ്മാനമായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയതായിരുന്നു. പിന്നെ വീട് വരുമ്പോഴേക്കും അവിടെ ഏകദേശം ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരുപാട് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ അവിടുന്ന് എല്ലാവരോടും വിഷു സന്ദേശമൊക്കെ കൈമാറി. അതിനിടയിൽ ഒന്ന് വിഭവങ്ങളൊക്കെ നോക്കിയല്ല നമ്മുടെ കേരളത്തിൻ്റെ തനത് ശൈലികളുള്ള ആ ഒരു സദ്യക്ക് മാറ്റുകൂട്ടുന്ന വിഭവങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറം വരുമ്പോഴേക്കും ഇലയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഓരോരോ സാധനങ്ങളിങ്ങനെ വിളമ്പി തുടങ്ങി. മറ്റു ഭാഗത്ത് ഇല വെച്ച് അതുപോലെ എല്ലാവരും സജീവമായിരുന്നു. അതിനിടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. തൊട്ടടുത്ത സുഹൃത്ത് സമീറാണ് ഉണ്ടായത്. വിഭവങ്ങളൊക്കെ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ തനത് കേരള ശൈലിയിൽ തന്നെയുള്ള രുചിയേറും വിഭവങ്ങളായിരുന്നു. അതിൽ കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. ഓരോ ഭാഗത്തുനിന്ന് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കുട്ടികളും വളരെ ആക്റ്റീവായിരുന്നു. മറ്റൊരു സൈഡിൽ പായസം, സ്വാദിഷ്ടമായ പായസം ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷാജു വളരെ ആക്റ്റീവായിരുന്നു. ഷാജുവിൻ്റെ വീട്ടിലായിരുന്നു പരിപാടിയൊക്കെ ഉണ്ടായത്. അങ്ങനെ അവിടുന്ന് സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.